ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞമ്മക്കൂടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. നമ്മളിന്നിവിടെ ഒരു കുറുമ ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ടേ, അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാമെന്ന് കരുതിങ്ങാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്കൊന്നും തൊട്ടുങ്ങാണ്ടേ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു കമൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്നുണ്ട് അവിടെ എഴുതിങ്ങാണ്ടേ ഒന്നും ഇങ്ങോട്ട് ചിത്രം വരച്ചിട്ടുകൊണ്ട് മക്കളെ കേട്ടോ. അതിന് നിങ്ങൾ മറക്കരുതേ. അപ്പോൾ നമ്മൾ വെക്കണ കുറുമ കാട്ടിത്തരാം. 2 അണി പെരുംജീരകം കഴിക്കാനിട്ടിക്കണ്. പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച മിക്സിയാണത്. അപ്പോൾ അത് അയക്കാനിട്ടിക്കാണ്. അതിക്ക് 2 ഏലക്കായും, ഒരു ഏലക്കായും 2 കറാമ്പൂവും ഒരു പൊട്ട് കറുകപ്പട്ടി ഇട്ടുങ്ങാണ്ട് അതിൻ്റെ അരച്ചു കൊടുന്നിക്കാണ് കേട്ടോ. മെയിനായിട്ട് വേണ്ടത് പെരുംജീരകമാണ് മക്കളെ. പെരുംജീരകവും അതേമാതിരി തന്നെ പൊതിനയും. നമ്മൾ 4 പച്ചമുളക് കഴിക്കാണ്ട് അരിഞ്ഞിട്ടിക്കണ്. ഒരു പകുതി വലിയുള്ളിയാണ് നമ്മൾ എടുത്തിക്കുന്നത്. സവാള പകുതിയുള്ളൂ. അതേമാതിരി 2 തക്കാളി എടുത്തിക്കണ്. 2 തക്കാളി പറഞ്ഞാൽ നല്ല പഴുത്തിക്കണ്. അപ്പം ഇനി അതവിടെ വെച്ചാൽ കേടന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ടേ അത് അയക്കാണ്ടാണ്. ഉള്ളി ഒന്നിന് വാടാനേ 2 ഉപ്പ് അയക്കാൻ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ വേഗം ഒന്നിന് വാടിക്കിട്ടും. ഒന്നിന് ചോന്നാൽ മതി. ഒന്നിന് കളറ് മാറിയാൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് അത് വയ്ക്കാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തേക്കുക. അത് ഒന്നും ഇളക്കിങ്ങാണ്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ടേ അപ്പം തക്കാളി വയ്ക്കാൻ ഇട്ട് കൊടുത്തങ്ങാണ്ട് പൊതിന നമ്മളവിടെ അരിഞ്ഞ് വെച്ചിക്കണ് അത് വയ്ക്കാൻ ഇട്ട് കൊടുക്കണം. പൊതിന നമുക്ക് ഇവിടെ ഉണ്ടായിക്കണം കേട്ടോ. നമ്മൾ പൊതിന വാങ്ങിക്കൊടുന്നതിൻ്റെ 2 കൊമ്പ് അതിലവിടെ കൊണ്ടുപോയി കുത്തിയപ്പോഴേ നല്ലോണം കാട് പോലെ ഉണ്ടായിക്കണം മക്കളെ. അപ്പോൾ നമുക്ക് പൊതിന എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് വയ്ക്കാനിട്ടാണ് 2 കരിവേപ്പിൻ്റെ ഇലയും ഞാൻ തക്കാളി ആയിക്കൊന്നും ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. കാരണം മുളകും പൊടി നമ്മൾ ഇതിൽ ഇടുന്നില്ല, ഇടൂല്ല. ഇട്ടാൽ അതിൻ്റെ രസം മാറും, ടേസ്റ്റ് വ്യത്യാസം വരും. പച്ചമുളക് മാത്രമേ ഇടുള്ളൂ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനുണ്ടാവും അത്യാവശ്യം എരിവും. പിന്നെ നമുക്കതിൽ കായും കസറൊന്നും ഇല്ലല്ലോ, ഇറച്ചി മീനും അതുമില്ല. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ. ഉണ്ടാക്കി വെക്കോണ്ടി. നല്ല ടേസ്റ്റാണ്. ഇറച്ചി മീനും ഒന്നും ഇല്ല എന്നുള്ളത് അറിയില്ല. കാരണം നമ്മളിതിൽ പിന്നെ ഗരം മസാലൻ്റെ ഇതൊക്കെ ചേർക്കണില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കണത്. ചപ്പാത്തിക്ക് അവിടെ മാവ് കുഴച്ച് വെച്ചിക്കണ്. ചപ്പാത്തിൻ്റെ മാവ് നല്ലോണം ഒരു മണിക്കൂറോടെ കുഴച്ച് വെച്ചാലേ എളുപ്പമാണ്. നല്ലോണം പൊള്ളക്കും ചെയ്യും. കുഴച്ചിങ്ങാണ്ട് അപ്പം തന്നെ നമ്മളാണ് ചൂടാൻ നിന്നാണ്ടല്ലോ പരത്തിങ്ങാണ്ട് മാവൊന്നും കുഴയില്ല. മാവിനൊരു അയവും കുഴവൊന്നും കിട്ടൂല. അപ്പോൾ നമ്മളിവിടെ അരച്ച് വെച്ച തേങ്ങ അയക്കാണ്ട് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി അയക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. നമുക്കിവിടെ കുറച്ച് അത്യാവശ്യം കറി തന്നെ വേണേ. തൊട്ട് കൂട്ടിയാലൊന്നും പോരപടല്ലോൽക്കൊക്കെ കറി നല്ലോണം കുഴച്ച് നല്ലോണം പാർന്ന് കുഴച്ച് തിന്നണം. അപ്പോഴേ ഓൽക്കത് തീർപ്പതിയാവുള്ളൂ. അപ്പോൾ ഓരോ മട്ടത്തിന് തന്നെ നമ്മൾ ഉണ്ടാക്കും ചെയ്യും. നമുക്ക് പിന്നെ കറിയും കുറിയൊന്നും ആവശ്യമില്ല. നമുക്കൊരു തുള്ളി കട്ടൻ ചായ കിട്ടിയാലും നമ്മൾ ചപ്പാത്തിയൊക്കെ അതിൽ തൊട്ട് തിന്നും. കറിനീലേറെ ഇഷ്ടം അങ്ങനെയാണ്. ഒന്നാമത്തെ തേങ്ങയൊക്കെ അരച്ചത് കൂട്ടിയാലേ നെഞ്ഞ് നീറും മക്കളെ. ഈ ഗുളികയും മരുന്നൊക്കെ ഇങ്ങനെ കുടിച്ചും കൊണ്ട് നിൽക്കണതാണ്. അപ്പോൾ നമുക്ക് വിശപ്പൊക്കെ ഉണ്ട്, വിശപ്പില്ലായിട്ടൊന്നുമല്ല. പക്ഷേ തേങ്ങ അരച്ചതൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെഞ്ഞ് നീറും. അതേമാതിരി പഴയത് എന്തെങ്കിലുമൊക്കെ തിന്നുക. പഴയത് പറഞ്ഞപ്പോൾ രാവിലെ വെച്ച് വൈകുന്നേരം തിന്നാൽ തന്നെ നെഞ്ഞ് നീറും. അപ്പോൾ നമ്മളെ കഥ അങ്ങനെയൊക്കെയാണ്. ഇതൊന്നൊരു തിളക്കട്ടെ. നല്ലോണം ഒന്നൊരു തിളച്ചതിൻ്റെ ശേഷമേ ഇതാണ്ട് ഓഫാക്കിങ്ങാണ്ട് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പണിമൊക്കെ വെക്കാം. കാരണം ഒന്നുമില്ല, ഇറച്ചി മീനും പച്ചക്കറിയും ഒന്നുമില്ല. ഇനിയിപ്പോൾ ക്യാരറ്റും ബീൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇടാം. 2 ക്യാരറ്റുള്ളൂ കിടക്കണത്. ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാട്ടാം. മുട്ട ഉണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതി. അപ്പോൾ കറി നല്ലോണം മാണേനും. നമ്മളിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കലും കേട്ടോ. ഇപ്പോൾ ഒന്നില്ല എഴുതിയിട്ട് മറ്റീനെ കാത്തുത്തരക്കൊന്നുമില്ല.
ഇപ്പോൾ അതില്ലാതെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് എഴുതിങ്ങാണ്ട് നമുക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മളെ തലയിൽ ഉദിച്ചും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കിങ്ങാണ്ട് എന്നാൽ അത് നല്ല ടേസ്റ്റും തന്നെയാണ് അതിനും. ഇനിയിപ്പോൾ അത് അതേമാതിരി തന്നെ ഇതിക്കൊരു നിങ്ങളുടെ അടുത്ത് തൈര് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ തൈരും കൂടി കൊണ്ട് ഒഴിച്ചോളി. അതിലും നല്ല ടേസ്റ്റ് ആയിക്കാരം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. നിങ്ങൾ അതേമാതിരി ഇറച്ചിയും പച്ചക്കറിയും ഒന്നും ഇല്ലയെന്ന് കരുതിങ്ങാണ്ട് ഇങ്ങനത്തെ കറി ഉണ്ടാക്കുകയെന്ന് കരുതിങ്ങാണ്ട് കറി ഉണ്ടാക്കാതെ കുത്തിരിക്കൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ഓരോന്നാണ് ഉണ്ടാക്കിക്കോളി. അപ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാം. നമുക്ക് ഇവിടെ നമ്മളെ അടുത്ത് ഇതുള്ളൂ, തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. തേങ്ങയുണ്ട്. ചപ്പാത്തി നോക്കാൻ നിങ്ങൾ നല്ലോണം പൊള്ളക്കും. നമുക്ക് ഇവിടെ പകുതി ആൾക്കാർക്ക് എണ്ണ വേണം, പകുതി ആൾക്കാർക്ക് എണ്ണ വേണ്ട, എണ്ണ ആക്കി ചുടണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എനിക്കും പുതിയാപ്ലക്കാക്കൊന്നും എണ്ണ വേണ്ട, മറ്റവർക്കൊക്കെ എണ്ണയും വേണം. അപ്പോൾ അങ്ങനെ ആദ്യം കുറച്ച് എണ്ണ ആക്കാതെ ചുട്ടുങ്ങാണ്ടേ പിന്നെ ബാക്കി കുറച്ച് എണ്ണയൊക്കെ തട്ടി തേച്ച് കൊടുത്തുങ്ങാണ്ട് അതങ്ങനെയാണ് ചുട്ടും ഇതിൽ തന്നെ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ പിന്നെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ മാവ് കുഴക്കൽ, ചൂടുവെള്ളത്തിലൊന്നുമല്ല. ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ അത് അപ്പം തന്നെ ഇതാക്കിങ്ങാണ്ട് അപ്പം തന്നെ കാലിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തിക്കൊരു സ്വഭാവമുണ്ട്, അതിങ്ങോട്ട് ബലം വെക്കും, പിന്നെ അത് ഒന്നിനും പറ്റൂല. അപ്പോൾ നമ്മളിങ്ങനെയാണ് കാട്ടൽ. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ ബലം വെച്ചതാണെങ്കിലും നമ്മൾ കളയൊന്നും വേണ്ട. അതുകൊണ്ട് ഉണ്ടിട്ട വേറെ പണി ഞങ്ങൾക്ക് കാട്ടിത്തണ്ട്. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് മക്കളെ, കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ചൂടാകൊണ്ടേ നമ്മളിവിടെ എണ്ണി കണക്കാക്കി ഇങ്ങോട്ടൊക്കെ തന്നെ ഉള്ളു ചുട്ടിട്ടും മാവ് കുഴച്ചിട്ടും. അടുപ്പത്ത് നിൽക്കാൻ വെച്ച, എന്നാൽ പള്ള വഹിച്ചിങ്ങാണ്ട് നിൽക്കാനും വെച്ച, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിമോട് മെനക്കെട്ടേക്കുവാണ്. അപ്പോൾ അതാ നമ്മളെ ചപ്പാത്തി പരിപാടി ചുടലും ഇതൊക്കെ കഴിഞ്ഞിക്കണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളേ ഒന്നും ഇങ്ങോട്ട് ഒന്നായിട്ട് കൂട്ടി പിടിച്ചിങ്ങാണ്ട് ഒന്നുകൊണ്ട് അടിച്ചിങ്ങാണ്ടേ അങ്ങോട്ട് വെച്ചോണ്ടേ ഒന്നും ആകൂല. നല്ല സൂപ്പർ ചപ്പാത്തി കാരണം പൊറാട്ടൻ്റെ മാതിരി ഉണ്ടാവും. അപ്പം നമുക്ക് വഹിച്ചിട്ട് നിൽക്കാൻ പറ്റുക. നമ്മൾ അവിടെ നിന്നുങ്ങാണ്ട് തന്നെ ഒന്നാണ്ട് കുറച്ചാണ് കുടിച്ചും ചെയ്തിക്കണം. 2 ചപ്പാത്തിയൊക്കെ തിന്നിക്കണം. ഇനി നമ്മൾ കുറുമയും കൂട്ടിങ്ങാണ്ട് തിന്നായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്തുങ്ങാണ്ട് കാണുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉള്ളത് അവിടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.